get drunk. Hello, my dear students. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ടാലന്റിൻ്റെ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിൽ നിന്ന് മേളിലേക്ക് എത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആയിട്ടാണ് ഇന്നത്തെ SS ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ യൂറോപ്യൻ ട്രാൻസിഷൻ, യൂറോപ്പ് പരിവർത്തനത്തിൻ്റെ പാതയിൽ ആയ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്ക് വെക്കേഷൻ ക്ലാസ്സുകൾ ലഭിക്കാത്തതിനാൽ ജൂണിൽ റെഗുലർ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ പ്രാഥമിക പ്രൈമറി ക്ലാസ്സുകളൊന്നും നമുക്ക് നടത്താൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ നേരിട്ട് പാഠത്തിലേക്ക് കിടക്കുകയാണ്. യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു ചിത്രത്തോടു കൂടിയാണ് ആ പാഠം തുടങ്ങുന്നത് തന്നെ. ടെക്സ്റ്റ് ബുക്ക് കൈവശമുള്ളവർക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് കൈവശം, പുതിയ ടെക്സ്റ്റ് കൈവശം ഇല്ലാത്തവർക്ക് ഗവൺമെന്റിന്റെ സമഗ്ര എന്ന സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിന് ഒന്നാമത്തെ ഭാഗത്തിൽ കാണുന്ന ഒരു ചിത്രമുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട പേരാണ് ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് ഒരു വളരെ പുരാതനമായ 6ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. ചരിത്ര സ്മാരകം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമ്മുടെ താജ്മഹൽ പോലെ, നമ്മുടെ കുത്തബ് മിനാർ പോലെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഹാഗിയ സോഫിയ. ഇത് തുർക്കിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തുർക്കി നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യവും കൂടിയാണ് തുർക്കി. ആ തുർക്കിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഹാഗിയ സോഫിയയ്ക്ക് ചരിത്ര പ്രാധാന്യമായ വളരെയധികം ബന്ധങ്ങളുണ്ട്. വളരെ നമ്മുടെ താജ്മഹൽ പോലെ തന്നെ വളരെയധികം ശില്പചാതുര്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണവും കൂടിയാണ് ഹാഗിയ സോഫിയ. ആ ഹാഗിയ സോഫിയയിലൂടെയാണ് ആദ്യം ഈ പാഠം തുടങ്ങുന്നത്. എന്തിനാണ് തുർക്കിയെ കുറിച്ച് പറയുന്നത്, എന്തിനാണ് ഹാഗിയ സോഫിയെ കുറിച്ച് പറയുന്നതെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്താണ് തുർക്കിയുടെ പ്രാധാന്യം ചരിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന പാഠത്തിൽ തുർക്കിയുടെ പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തായി നോക്കുന്നത്. നമ്മൾ ഈ മാപ്പ് നോക്കിയാൽ അറിയാം, ഇത് യൂറോപ്പ്, ഇത് ഏഷ്യ. നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട 7 ഭൂഖണ്ഡങ്ങൾ എണ്ണമാണ്. ഒരെണ്ണം യൂറോപ്പ്, മറ്റൊന്ന് ഏഷ്യ. അടുത്തടുത്ത ഭൂഖണ്ഡങ്ങളാണ്. അതിൽ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ ഒരു കടലുണ്ട്. ആ കടലിടുക്കിന് തൊട്ടടുത്തായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇപ്പോൾ അതിന്റെ പേര് ഇസ്താൻബുൾ എന്നാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വളരെയധികം തന്ത്രപ്രധാനമായ 2 ഭൂഖണ്ഡങ്ങൾക്കിടയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ 2 കോണ്ടിനെന്റ്സിനിടയിൽ കിടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പല രീതിയിൽ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഒന്ന്, കരമാർഗം യൂറോപ്പിനെയും ഏഷ്യയും ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിനായി യൂറോപ്യന്മാർ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് ഏഷ്യയിലേക്ക് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു 2 പ്രത്യേകതകൾ, വളരെയധികം പഠന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ധാരാളം പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഒത്തിരി പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളും ഒത്തിരി പഠന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സെന്റർ ഓഫ് നോളജ് ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതുപോലെ തന്നെ അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് സ്കോളർലി ടെക്സ്റ്റ്ബുക്സ്. അബോർഡ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കേന്ദ്രം. ആ പണ്ഡിതന്മാരുടെയും അവരെഴുതിയ പുസ്തകങ്ങളും മധ്യകാലഘട്ടത്തിൽ കേന്ദ്രീകരിച്ചത് പൂർണ്ണമായും കോൺസ്റ്റാന്റിനോപ്പിളായിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ ധാരാളം റോമൻ, അതുപോലെ തന്നെ ഗ്രീസ് എന്നിവിടങ്ങളിലെ പണ്ഡിതന്മാർ കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നമുക്കറിയാവുന്ന ചില പണ്ഡിതന്മാരുടെ പേരുകളാണ് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ പേരുകൾ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്. ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ചില പണ്ഡിതന്മാരുടെ പേരുകളാണ്. ഇവരൊക്കെ തന്നെ റോമൻ പാരമ്പര്യവും ഗ്രീക്ക് പാരമ്പര്യവും ഉള്ള പണ്ഡിതന്മാരായിരുന്നു. പ്രാചീന കാലത്തെ പല കണ്ടുപിടുത്തങ്ങളിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളാണ് ഈ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് പോലുള്ളവർ. അവരുടെ
മധ്യകാലഘട്ടത്തിലെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം. യൂറോപ്പിന്റെ മധ്യകാല ചരിത്രം പൂർണ്ണമായും ക്രിസ്തീയ മതത്തിൽ അധിഷ്ഠിതമായിരുന്നു. പള്ളി വിശ്വാസങ്ങളും പള്ളി പ്രമാണങ്ങളും മാത്രം, ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണം, അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഒരു ഭരണം, ക്രിസ്തീയ പുരോഹിതനായ പോപ്പിന്റെ കീഴിലുള്ള ഭരണം, പോപ്പായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. യൂറോപ്പിലെ രാജാക്കന്മാർ അത് അനുസരിക്കുന്നവരും കളിപ്പാവകൾ മാത്രമായിരുന്നു പലപ്പോഴും. അപ്പൊ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ സഭ എന്ന് പറയുന്നു, ക്രിസ്തീയ സഭ എന്ന് പറയുന്നു, അത് മാത്രം അനുസരിക്കുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു യൂറോപ്പ്. പുതിയ തരത്തിലുള്ള ശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളും പുതിയ ചിത്രരചനാ രീതിയും പുതിയ തരത്തിലുള്ള സംഗീതവും പുതിയ ശില്പനിർമ്മാണവും മതത്തെ എതിർത്തുകൊണ്ടുള്ള, മതം പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു പറയുന്നത്. അതിനെ എതിർത്ത് ആരും സംസാരിച്ചിരുന്നില്ല. അങ്ങനെ സംസാരിച്ചവരേക്ക് ഒന്നുകിൽ തുറക്കിലടയ്ക്കുകയോ അവരെ കൊല്ലുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് എന്താണ്, ആ കാലഘട്ടത്തിൽ നമുക്ക് ഡാർക്ക് ഏജ് എന്നാണ് നമ്മൾ പലപ്പോഴും ഈ മധ്യകാലഘട്ടത്തെ യൂറോപ്പിൽ അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടം അഥവാ മെഡീവൽ പീരീഡ് ലോകത്താകമാനം അല്ലെങ്കിൽ യൂറോപ്പിൽ അറിയപ്പെടുന്നത് ഡാർക്ക് ഏജ് എന്നാണ്. ഡാർക്ക് ഏജ് ആകാനുള്ള കാരണം എന്താണ്? പുതിയ തരത്തിലുള്ള ശാസ്ത്ര പരിജ്ഞാനമില്ല. എല്ലാം മതത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി, മതം പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, മതം പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക, എതിർത്തുകൊണ്ട് ആര് സംസാരിച്ചു അവരെ ഉന്മൂലനം ചെയ്യുക. അങ്ങനെ പൂർണ്ണമായ മതവിശ്വാസങ്ങളുടെ കേന്ദ്രമായിരുന്നു യൂറോപ്പ്. അവിടെ ആ യൂറോപ്പിൽ തന്നെ വ്യത്യസ്തമായ നിലപാടുമായി അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഒരു സംസ്കാരമായി നിലനിന്ന സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇത് തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളെ അന്ന് യൂറോപ്പിൽ വ്യത്യസ്തമാക്കിയത്. ഇങ്ങനെ അറിവിന്റെ അല്ലെങ്കിൽ പുതുമയുടെ ഒരു കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് വ്യത്യസ്തമായ ചിന്താഗതികളുള്ള, റോമൻ ഗ്രീസ് പാരമ്പര്യമുള്ള, ഗ്രീക്കോ റോമൻ പാരമ്പര്യമുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഒഴുകിയെത്തി. അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ ലോകത്തിലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി വളരാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 1453 ഏഷ്യയിൽ നിന്നും തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ ആക്രമിക്കും. എന്തുകൊണ്ടാണ് തുർക്കികൾ 1453 എന്ന പ്രധാനപ്പെട്ട വർഷം ഓർത്തു വരിക? 1453 എന്തുകൊണ്ട് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ ആക്രമിച്ചു? തുർക്കികൾക്ക് ഈ പണ്ഡിതന്മാരെ പുസ്തകങ്ങൾ പിടിച്ചെടുക്കുക, ഇവരുടെ പുതിയ രീതിയിലുള്ള ചിത്രനിർമ്മാണം അല്ലെങ്കിൽ ശില്പനിർമ്മാണം, ചിത്രരചന ഇതൊന്നുമല്ല അവരെ ആകർഷിച്ചത്. തുർക്കികളെ പ്രധാനമായും ആകർഷിച്ചത് യൂറോപ്യന്മാർ ഏഷ്യയിൽ നിന്നും കൊണ്ടുപോകുന്ന കച്ചവട സാധനങ്ങൾ വിറ്റുണ്ടാക്കുന്ന ലാഭം ആണ് തുർക്കികളെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കാൻ പ്രേരിപ്പിച്ചത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കപ്പെട്ട സ്ഥിതിയായി. നമ്മുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് അടച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ബന്ധം അതോടുകൂടി അവസാനിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഏഷ്യയിലേക്ക് എത്താൻ യൂറോപ്യൻ രാജ്യത്തിലുള്ള കച്ചവടക്കാർ വൻതുക നൽകേണ്ടി വന്നു. പലപ്പോഴും അത് കച്ചവടക്കാർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പിടിച്ചെടുക്കൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായി നിലകൊള്ളുന്നു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി ഇവിടുത്തെ പണ്ഡിതന്മാർ ഏഷ്യയിലേക്കും അതുപോലെ തന്നെ യൂറോപ്പിലേക്കും മൈഗ്രേറ്റ് ചെയ്തു. മൈഗ്രേറ്റ് എന്ന വാക്കിനർത്ഥം കുടിയേറുക എന്നാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ യാതൊരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ പാണ്ഡിത്യമില്ലാത്ത ആക്രമണ സ്വഭാവം മാത്രം കാത്തുസൂക്ഷിക്കുന്ന തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചപ്പോൾ പൊതുവെ കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും മാത്രം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനങ്ങൾ യുദ്ധവീരന്മാരായിരുന്നില്ല സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ അവർ കോൺസ്റ്റാന്റിനോപ്പിൾ വിട്ട് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും കുടിയേറി ജീവൻ രക്ഷിക്കുന്നതിന്. ഇത് നേരിയ ആൾക്കാർ ചെന്നെത്തപ്പെട്ടത് ഇറ്റലിയിലേക്കാണ്. ഏറിയ ആൾക്കാരും എത്തപ്പെട്ടത് ഇറ്റലിയിലേക്കാണ്. അതിന് പ്രധാന കാരണം എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ, ചിത്രരചയിതാക്കൾ, ശില്പനിർമ്മാണ വൈദഗ്ധ്യമുള്ളവർ, സംഗീതജ്ഞർ ഇവരെല്ലാം തന്നെ ഇറ്റലിയിലേക്ക് കുടിയേറി. അപ്പോ ഇറ്റലിയുടെ ഒരു ചരിത്രവും കൂടി നമ്മൾ അതിനകത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇറ്റലി അവർക്ക് കുടിയേറാൻ പറ്റിയ ഒരു രാജ്യമായി മാറി? എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇത്രത്തോളം ആളുകൾ പോയില്ല? എന്തുകൊണ്ട് ഇറ്റലിയിലേക്ക് മാത്രം പോയി? അത് ഇറ്റലിയുടേതായ ചില ചരിത്ര പ്രാധാന്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ഒന്ന്, ഇറ്റാലിയൻ കച്ചവടക്കാർ.
ഇറ്റാലിയൻ ട്രേഡേഴ്സ്. ഇറ്റാലിയൻ കച്ചവടക്കാർ അവർ ധാരാളം സമ്പത്തുള്ളവരായിരുന്നു. യൂറോപ്പിലെ കച്ചവട പ്രമാണിമാരായിരുന്നു. വർഷം തോറും ധാരാളം കച്ചവടം നടത്തി സമ്പത്ത് നാട്ടിൽ വർദ്ധിപ്പിച്ചു വരുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമായിരുന്നു. അവരതിനെ ധാരാളം പണം ചെലവഴിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇത് ഇറ്റലിയിലേക്ക് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുമുള്ള പണ്ഡിതന്മാർക്കും കലാകാരന്മാർക്കും കുടിയേറുന്നതിനുള്ള ഒരു അവസരമായി. 2, ഇറ്റലിക്ക് ഒരു ഗ്രീക്കോ റോമൻ കൾച്ചറുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ റോമാ സാമ്രാജ്യത്തിന് അകത്ത് വരുന്ന ഒരു പ്രദേശമായിരുന്നു ഇറ്റലി. ഇന്ന് ഇറ്റലി നമുക്ക് റോം എന്ന മറ്റൊരു രാജ്യമാണെങ്കിലും പഴയ റോമാ സാമ്രാജ്യത്തിന് അകത്ത് വരുന്ന ഒരു പ്രദേശമായിരുന്നു ഇറ്റലി. അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ജനങ്ങൾക്ക് വളരെ പഴയ കാലത്തെ ഗ്രീക്കോ റോമൻ കൾച്ചറുമായി വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടെ നിന്നും പോയവർ തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ താമസം ഉറപ്പിച്ചത്. അവർ തങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് ഇറ്റലിയിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുള്ളവർ നാട് വിട്ടു വന്നപ്പോൾ ഇറ്റലിക്കാർ തങ്ങളുടെ അതേ സംസ്കാരമുള്ളവരെ 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ള മറ്റൊരു കാരണവും അതാണ്. അതുപോലെ തന്നെ ചരിത്രത്തെ സംരക്ഷിക്കാൻ ഇറ്റലിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു താല്പര്യം. ചരിത്ര സ്മാരകങ്ങൾ, ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ, ചിത്രങ്ങൾ, ശില്പങ്ങൾ ഇവയൊക്കെ തന്നെ അങ്ങേയറ്റം പുകഴ്ത്തുകയും അങ്ങനെയൊക്കെ പ്രോത്സാഹനം നൽകുകയും അത് ചെയ്യുന്ന കലാകാരന്മാരെ അങ്ങേയറ്റം ആദരിക്കുകയും അതുപോലെയുള്ള സാധനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഇറ്റലിയിലെ ജനങ്ങൾ, സമ്പന്നരായ ജനങ്ങൾ ധാരാളമായി ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഈ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ കൊണ്ട് തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവർ കൂടുതലായി വീട്ടിലേക്ക് എത്തി. എപ്പോഴും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്താനായിരിക്കും നാട് വിട്ടുപോകുന്നവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറ്റലിയിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഇറ്റലിയിലേക്ക് എന്തുകൊണ്ട് ചേക്കേറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇറ്റാലിയൻ കച്ചവടക്കാർ അവരുടെ സമ്പത്ത് അവരെ ഇത്തരം കലാകാരന്മാരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിക്ക് ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ കൾച്ചർ, ചരിത്രപരമായ അവർക്കുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ സംസ്കാരത്തോടുള്ള അടുപ്പ്, അത് ഞാൻ പറഞ്ഞു പഴയ റോമാ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇറ്റലി. അപ്പോൾ അതിനകത്ത് ആ റോമാ സാമ്രാജ്യത്തിനകത്ത് ഉണ്ടായിരുന്നത് സ്ഥലമായിരുന്നത് കൊണ്ട് തന്നെ റോമിലെ സംസ്കാരം തന്നെയായിരുന്നു ഇറ്റലിയിൽ. അപ്പൊ തങ്ങളുടെ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാർ നാട് വിട്ട് ഓടുമ്പോൾ അവരെ 2 കൈ വേണ്ടി സ്വീകരിക്കാൻ ഇറ്റലി തയ്യാറായി. മൂന്നാമത്തെ കാര്യം, ഇറ്റാലിയൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇറ്റലിയിലെ കച്ചവടക്കാർക്ക് ചരിത്രപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന താല്പര്യം. ചരിത്ര സ്മാരകങ്ങൾ, ശില്പങ്ങൾ, അതുപോലെ തന്നെ ചിത്രരചനകൾ അതെല്ലാം തന്നെ സംരക്ഷിക്കാൻ അവർക്കുണ്ടായിരുന്ന താല്പര്യം. അത് ചെയ്യുന്ന കലാകാരന്മാരെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യം. ഇതൊക്കെ തന്നെയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവർക്ക് ഇറ്റലിയിൽ അഭയം പ്രാപിക്കാൻ സാധിച്ചത്. ഇത് യൂറോപ്പിൽ ഇറ്റലിയുടെ തലവരെയാണ് മാറ്റിമറിച്ചത്. ഇങ്ങനെ ഓടിയെത്തിയ കലാകാരന്മാർ കോൺസ്റ്റാന്റിനോപ്പിളിൽ തങ്ങളെ എന്ത് സംസ്കാരം അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിരുന്നുവോ അതെല്ലാം തന്നെ ഇറ്റലിയിലും അവർ ചെയ്യാൻ തുടങ്ങി. അവരുടെ തങ്ങളുടേതായ രീതിയിൽ ശില്പനിർമ്മാണം നടത്താൻ തുടങ്ങി. അത് അവരുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ശില്പനിർമ്മാണം, കവിതാരചന, കഥാരചന, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം തന്നെ ഈ പണ്ഡിതന്മാരിൽ നിന്നും ഇറ്റലിയിൽ എമ്പാടും വ്യാപിക്കാൻ തുടങ്ങി. ഇത് അന്നുവരെ മതത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇറ്റലിക്ക് ഒരു പുതിയ സ്വഭാവം നൽകി. ഇറ്റലി പതുക്കെ മതത്തിന്റെ പിടിയിൽ നിന്നും വിട്ടുമാറാൻ തുടങ്ങി. ഇറ്റലി പുതിയൊരു സംസ്കാരം ഉടലെടുത്തു. ഈ സംസ്കാരത്തെയാണ് അല്ലെങ്കിൽ ഈ മാറ്റത്തെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. റിനൈസൻസ് അഥവാ മലയാളത്തിൽ ഇതിനെ നവോത്ഥാനം എന്ന് വിളിക്കുന്നു. നവോത്ഥാനം എന്ന വാക്കിന് അർത്ഥം പുത്തൻ ഉണർവ് എന്നാണ്. അതായത് പുതിയൊരു തുടക്കം. ഇറ്റലിക്ക് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്നും യൂറോപ്പിൽ
പുതിയൊരു ഉണർവുണ്ടായി, പുതിയൊരു തുടക്കമുണ്ടായി. ഇറ്റലിയിൽ ആകമാനമുണ്ടായ ഈ മാറ്റം പതുക്കെ പതുക്കെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ഇതിന് ഒട്ടനവധി കാര്യങ്ങൾ സഹായകരമായിട്ടുണ്ട്. പതുക്കെ പതുക്കെ മതത്തിന്റെ പിടിയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിട്ടുമാറി അവർ പൂർണ്ണമായും ഹ്യൂമാനിസത്തിലേക്ക് കടന്നു. ഹ്യൂമാനിസം എന്താ ഹ്യൂമാനിസം? ഹ്യൂമാനിസം എന്ന വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഹ്യൂമാനിസം എന്ന വാക്കിന്റെ അർത്ഥം മാനുഷികവാദം എന്നാണ്. മാനുഷികവാദം അല്ലെങ്കിൽ മാനുഷികത എന്ന് നമുക്ക് പറയാം. അപ്പോ മനുഷ്യനുമായി ബന്ധപ്പെടണം, ദൈവത്തിൽ നിന്നും വിട്ടുമാറി ദൈവിക കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുകയും കവിതകൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്ന ജനത പൂർണ്ണമായും മനുഷ്യനിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ ചുറ്റാകെ കാണുന്ന മനുഷ്യന്റെ വികാരങ്ങളിലേക്ക് അവർ ഇറങ്ങാൻ തുടങ്ങി. മനുഷ്യന്റെ ദുഃഖങ്ങൾ, അവന്റെ സങ്കടങ്ങൾ, അവൻ ജീവിതങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ അവന്റെ കുടുംബ പ്രാരാബ്ദങ്ങൾ. അങ്ങനെ പുതിയ ലോകത്തിൽ ഒട്ടനവധി പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ ശില്പങ്ങൾ എന്നിവ മനുഷ്യനെ സംബന്ധിച്ചുണ്ടാവാൻ തുടങ്ങി. അതിലെല്ലാം തന്നെ മനുഷ്യന്റെ മാത്രമല്ല, മനുഷ്യന്റെയും അവന് ചുറ്റാകെയുള്ള പ്രകൃതിയുടെയും രസമായിരുന്നു പറഞ്ഞത്. അപ്പോ റിനൈസൻസിന് ശേഷം മതത്തിൽ നിന്നും ലോകം ഹ്യൂമാനിസം അഥവാ മാനുഷികതാവാദത്തിലേക്ക് പൂർണ്ണമായും മാറപ്പെടും. ഇത് വളരെ പതുക്കെ ഏഷ്യയിലേക്ക് പിൽക്കാലത്ത് ഉണ്ടായി. അപ്പോ റിനൈസൻസിന്റെ തുടക്കം എവിടെ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് ഇറ്റലി. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഭാവിയിൽ PSC അടക്കമുള്ള പരീക്ഷകൾക്ക് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റിനൈസൻസിന്റെ തുടക്കം എവിടെ? ശരിക്കും അത് ഇറ്റലിയിലാണ്. ഇതെന്താ ഉണ്ടായത്? 13ാം നൂറ്റാണ്ടിന്റെ 13th സെഞ്ചുറി 13ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഈ റിനൈസൻസ് യൂറോപ്പിൽ ആകമാനം പടർന്നു പിടിക്കുന്നത്. എന്നിപ്പോൾ കൊറോണ പടർന്നു പിടിക്കുന്നത് പോലെ യൂറോപ്പിൽ ഒരു മാറ്റത്തിന്റെ ലോകമായി റിനൈസൻസ് പടർന്നു പിടിക്കുകയാണ്. ഈ 13ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1201 മുതൽ 1300 വരെയാണ്. ഇപ്പൊ 13ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുമ്പോൾ 1290-കൾ, 1295 ഈ കാലയളവാണ്. ഈ കാലയളവിനിടയ്ക്കാണ് റിനൈസൻസ് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്നത്. അതോടുകൂടി ലോകത്ത് ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു അധ്യായം കുറിക്കുകയാണ്. ദ വേൾഡ് ആഫ്റ്റർ റിനൈസൻസ്. റിനൈസൻസിന് ശേഷം ലോകത്താകമാനം എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും, അത് ഏത് മേഖലയിലും പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, ശാസ്ത്ര മേഖല, ചിത്രരചന, അങ്ങനെയുള്ള സകല മേഖലകളിലും ഒട്ടനവധി മാറ്റങ്ങൾ വന്നു തുടങ്ങി. പുതിയ രീതിയിലുള്ള ശില്പനിർമ്മാണം, ചിത്രരചന രീതി, ചിത്രരചന വൈഭവം, അത് നമുക്ക് ഈ ഒരു മാറ്റം നമുക്ക് ഒട്ടനവധി കലാകാരന്മാരെ സമ്മാനിച്ചു. ആ കലാകാരന്മാരെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. റിനൈസൻസിലൂടെ ലോകത്തുണ്ടായ പുതിയ കലാകാരന്മാർ എന്തൊക്കെയാണ് അവർ നമുക്ക് സമ്മാനിച്ചത്? പ്രധാനമായും നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള ഒരു പേരാണ് മൊണാലിസ. മൊണാലിസ ഡാവിൻസി എന്ന് പറയുന്ന ഒരു ചിത്രകാരന്റെ ചിത്രമാണ്. പൂർണ്ണമായ നാമം ലിയോണാർഡോ ഡാവിൻസി. ലിയോണാർഡോ ഡാവിൻസി 500 വർഷങ്ങൾക്ക് മുൻപ് ലിയോണാർഡോ വരച്ച ചിത്രമാണ് മൊണാലിസ. ഇന്ന് 2020-ലും മൊണാലിസ എന്ന ചിത്രത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വലിയ തോതിലുള്ള പഠനങ്ങൾ നടക്കുകയാണ് മൊണാലിസയുടെ ചിരിക്ക് പിന്നിലെ രഹസ്യം തേടി.
ഒറിജിനൽ ചിത്രം ഉപയോഗിച്ച് ഒട്ടനവധി പഠനങ്ങൾ, പല രീതിയിലുള്ള പഠനങ്ങൾ, ആ ചിത്രത്തിന് പിന്നിലെ പല സീക്രട്ട്. ആരാണ് മൊണാലിസ? എന്തുകൊണ്ട് മൊണാലിസയ്ക്ക് പുരുകങ്ങളില്ല? മൊണാലിസയുടെ ശിരിയുടെ പ്രത്യേകത എന്ത്? മൊണാലിസയ്ക്ക് പിന്നിലുള്ള സ്ഥലമേത്? അതിൽ വളരെ സൂക്ഷ്മമായി നമുക്കൊരു ഹോളിവുഡ് സിനിമകൾ കാണുന്നവർക്കറിയാം, UFO എന്ന് പറയും, അന്യഗ്രഹ ജീവികൾ ഉപയോഗിക്കുന്നു എന്ന് കരുതപ്പെടുന്ന അവരുടെ ഒരു പേടകത്തിന് ചെറിയൊരു സൂചനയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെങ്ങനെ ലിയോണാർഡോ ഡാവിൻസി എന്ന ചിത്രകാരൻ വരച്ചു ചേർത്തു? 500 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ വരച്ചു ചേർത്തു? അപ്പൊ ഇതിനെപ്പറ്റി ഇപ്പോഴും പഠനമാണ്. ഇപ്പൊ റിനൈസൻസിന്റെ ഒരു ഭാഗമായി നമുക്ക് കിട്ടിയ ഒരു വളരെയധികം അമൂല്യമായ ഒരു നിധി എന്ന് പറയാം മൊണാലിസയെ പറ്റി. ഇനി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന മറ്റൊരു പേരാണ് പെട്രാർക്ക്. ആരാണ് പെട്രാർക്ക്? നവോത്ഥാനം ലിയോണാർഡോ ഡാവിൻസിക്ക് വളരെ മുന്നായി സീക്രട്ടം എന്ന ഒരു പുസ്തകം എഴുതിയ ആളാണ് പെട്രാർക്ക്. നവോത്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി പെട്രാർക്ക് എന്ന് പറയുന്ന സാഹിത്യകാരൻ എഴുതിയ പുസ്തകമാണ് സീക്രട്ടം. അപ്പോൾ നവോത്ഥാനത്തിന് ശരിക്കും തുടക്കം കുറിക്കുന്നത് പെട്രാർക്കാണെന്ന് ലോകമെമ്പാടും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് സീക്രട്ടം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് റിനൈസൻസ് എന്ന് വിളിക്കുന്നു. ഫാദർ ഓഫ് റിനൈസൻസ്, മലയാളത്തിൽ നവോത്ഥാനത്തിന്റെ പിതാവ്. കൂടുതലായ കാര്യങ്ങളൊന്നും പെട്രാർക്കിനെ പറ്റി നമ്മുടെ പുസ്തകത്തിൽ പറയുന്നില്ല. ആകെ പഠിക്കുന്ന ഒരു കാര്യം പെട്രാർക്ക്, അദ്ദേഹത്തിന്റെ പുസ്തകം സീക്രട്ടം, അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് റിനൈസൻസ്. മാച്ച് ദ ഫോളോയിങ്ങിലടക്കം നിരവധി തവണ ചോദിച്ച ഒരു ചോദ്യം ആണ്, ആരാണ് പെട്രാർക്ക്? ഒരു വശത്ത് പെട്രാർക്കിന്റെ പേര് കാണും, മറുവശത്ത് സീക്രട്ടം എന്നോ ഫാദർ ഓഫ് റിനൈസൻസ് എന്നോ ഉണ്ടാവും. പരിശീലനം വളരെ എളുപ്പമാണ്. ഓർക്കുക, പെട്രാർക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം സീക്രട്ടം അത് എഴുതിയത്, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് റിനൈസൻസ്. അപ്പോ ലിയോണാർഡോ ഡാവിൻസി മറ്റൊരു ചിത്രകാരനാണ്. ചിത്രകാരൻ നമ്മൾ പെയിന്റർ എന്ന് വിളിക്കും. ലിയോണാർഡോ ഡാവിൻസിയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് മൊണാലിസ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ രണ്ടാമത്തെ ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. യേശു തന്റെ ശിഷ്യന്മാരും അവസാന അത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി അദ്ദേഹം വരച്ച ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. അപ്പൊ അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ബൈബിൾപരമായ ചിത്രമാണെങ്കിൽ തന്നെയും അതിന് ആധുനികർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൊണാലിസ അതുപോലെ തന്നെ ദ ലാസ്റ്റ് സപ്പർ, ഇത് രണ്ടുമാണ് ലിയോണാർഡോ ഡാവിൻസിയുടെ ചിത്രങ്ങൾ. ഇതും മാച്ച് ദ ഫോളോയിങ് സ്ഥിരമായി കാണുന്ന ചോദ്യമാണ്. ഈ പാഠത്തിൽ നിന്ന് ലിയോണാർഡോ ഡാവിൻസിയുടെ രണ്ട് പ്രധാനപ്പെട്ട ചിത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് മൊണാലിസ. ഒന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ദ ലാസ്റ്റ് സപ്പർ ചോദിക്കുക. കാരണം നിങ്ങളുടെ മനസ്സിലിരിക്കില്ല ദ ലാസ്റ്റ് സപ്പർ, നിങ്ങൾ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ദ ലാസ്റ്റ് സപ്പർ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടെ ഓർത്ത് വയ്ക്കുക. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് മൊണാലിസ, അത് വരച്ചതായിരിക്കും ലിയോണാർഡോ ഡാവിൻസി. ചില സമയങ്ങളിൽ ചിത്രത്തിന്റെ പേരുണ്ടാവും, ഡാഷ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, തിരിച്ചും വരാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം, മൊണാലിസ എന്ന ചിത്രം വരച്ചതായിരിക്കും ലിയോണാർഡോ ഡാവിൻസി. അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പർ. ഇനി നമുക്ക് ഒന്ന് രണ്ട് എഴുത്തുകാരെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചിത്രകാരുടെ കാര്യങ്ങൾ കൂടി നോക്കാറുണ്ട്. അപ്പോൾ റിനൈസൻസ് കാലത്തിലെ ലിയോണാർഡോ ഡാവിൻസിയുടെ ചിത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം പഠിക്കേണ്ട ഒരു 4 ചിത്രകാരന്മാരുടെ പേര്, ലോക പ്രസിദ്ധ ചിത്രകാരന്മാരുടെ പേരും അവരുടെ ചിത്രങ്ങളുമാണ് ഈ കിടക്കുന്നത്. അതിൽ പ്രധാനം ഡാനിയുടെ പ്രധാനപ്പെട്ട ചിത്രമാണ് ദ ഡിവൈൻ കോമഡി. ദൈവത്തിന്റെ വികൃതികൾ എന്ന് മലയാളത്തിലുണ്ട്, ഇങ്ങനെ ഒരു പുസ്തകവുമുണ്ട്. അപ്പോൾ ഡാനിയുടെ പ്രധാനപ്പെട്ട ചിത്രമാണ് ദ ഡിവൈൻ കോമഡി. ഇത് മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ അരമാർക്കിലോ ഒരു മാർക്കിലോ ഒക്കെ ഡാഷ് ചോദിക്കും. ഡാനിയെ എഴുതിയിട്ട് മറുവശം ഡാഷ് ഇടാക്കും, അവിടെ നമ്മൾ എഴുതി ചേർക്കേണ്ടത് ദ ഡിവൈൻ കോമഡി. ഇനി അടുത്താണ് ബൊക്കാഷിയോ. നമ്മൾ അധികം നേരിട്ട് പരിചയമില്ലാത്ത പേരാണ് ബൊക്കാഷിയോ. എന്നാൽ ബൊക്കാഷിയോയുടെ ചിത്രത്തിന് പേര് അല്പം ബുദ്ധിമുട്ടാണ്, എന്നാൽ ഓർത്ത് വയ്ക്കുക, ദ ഡെക്കാമർ ആണ്. മലയാളമുണ്ട് ദ ഡെക്കാമർ. അപ്പൊ ബൊക്കാഷിയോയുടെ ചിത്രം പുസ്തകം ദ
ഡെക്കാമറൺ. അതുപോലെ തന്നെ സെർവാൻഡസിന്റെ പുസ്തകമാണ് ഡോൺ ക്വിക്സോ. സെർവാൻഡസിന്റെ പുസ്തകം ഡോൺ ക്വിക്സോ. ക്വിക്സോട്ടം എന്ന് വായിക്കുന്ന ക്വിക്സോ, അത്രയും മതി. അടുത്തൊരു എഴുത്തുകാരനാണ് ഇറാസ്മസിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോ പെട്രാർക്കിന്റെ പുസ്തകം നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്യൂരിറ്റം, അദ്ദേഹം ഫാദർ ഓഫ് റിനൈസൻസ് എന്നറിയപ്പെടുന്നു. അതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട 4 പേരുകളാണ് ഡാന്റെ ദ ഡിവൈൻ കോമഡി, ബൊക്കാഷിയോ ദ ഡെക്കാമറൺ, അതുപോലെ തന്നെ സെർവാൻഡസ് ഡോൺ ക്വിക്സോ, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കാൻ ഓർത്തിരിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. പെട്രാർക്കിന്റെ സെക്യൂരിറ്റം പഠിച്ചു വയ്ക്കാൻ വളരെയധികം എളുപ്പമാണ്. എന്നാൽ ഈ പേരുകൾ ഒരല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഒന്നുകൂടെ പറയാം, ഡാന്റെ ദ ഡിവൈൻ കോമഡി അഥവാ ദൈവത്തിന്റെ വികൃതികൾ എന്നാണ് അതിന്റെ മലയാളം. ബൊക്കാഷിയോ ദ ഡെക്കാമറൺ, സെർവാൻഡസ് ഡോൺ ക്വിക്സോ, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഒരു 5 തവണ ഇത് നമ്മളൊന്ന് ഇതേപോലെ എഴുതിയിട്ട് ഒന്ന് തുടർച്ചയായി പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലറിയാതെ പതിയും. ഡാന്റെ ദ ഡിവൈൻ കോമഡി, ബൊക്കാഷിയോ ദ ഡെക്കാമറൺ, അതുപോലെ തന്നെ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചിട്ട് ഒരു 5-6 തവണ നമ്മൾ തുടർച്ചയായി വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് അറിയാതെ പറഞ്ഞു. ഓക്കെ, ഇനി റിനൈസൻസ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. അതിൽ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞവരാണ് ലിയോണാർഡോ ഡാവിൻസി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 ചിത്രങ്ങളാണ് മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ. ഇതിൽ മൊണാലിസ വരച്ച കാലഘട്ടം 1503 മുതൽ 1505 വരെയാണ്. അതായത് നമ്മളിപ്പോ 2012, 2013 എന്നൊക്കെ പറയുന്ന പോലെ 1503, 1505 ഈ 2 വർഷങ്ങൾക്കിടയിലാണ് അദ്ദേഹം മൊണാലിസ എന്ന ചിത്രം വരച്ച് പൂർത്തിയാക്കുന്നത്. ഏതാണ്ട് 2 വർഷക്കാലം. അപ്പൊ നോക്കാം, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടമായ 500 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനിടയിലാണ് അദ്ദേഹം ഈ മൊണാലിസ വരച്ചത്. ഈ 500 വർഷം പഴക്കമുള്ള ചിത്രത്തെ കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നുവെങ്കിൽ ആ വരച്ച കലാകാരന്റെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. അദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളമാണ് ഇന്ന് നമുക്കത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്രയും മികച്ച ഒരു പ്രതിഭയായിരുന്നു ലിയോണാർഡോ ഡാവിൻസി. അദ്ദേഹം വരച്ച മൊണാലിസ വരച്ച വർഷം 1503, 1505. അതുപോലെ മറ്റൊരു വളരെ പ്രശസ്തനായ ചിത്രകാരനാണ് മൈക്കലാഞ്ചലോ. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കുറച്ചു പേര് കേട്ടിട്ടുണ്ടാവും. മൈക്കലാഞ്ചലോയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അത് ബൈബിളുമായി ബന്ധപ്പെട്ട, ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈക്കലാഞ്ചലോ വരച്ച ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അടുത്ത ചിത്രകാരൻ നമ്മൾ അധികം കേട്ടിട്ടുള്ളൊരു ചിത്രകാരനാണ് റാഫേൽ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രം ദ സ്കൂൾ ഓഫ് ഏതൻസ്. പഴയ റോമ സാമ്രാജ്യത്തിന്റെയൊക്കെ ഭാഗമായി വരുന്ന പേരാണ് ഏതൻസ്. നമ്മൾ ഏതൻസ് ഒളിമ്പിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഏതൻസ്. ഇപ്പോഴും ഏതൻസ് നിലവിലുണ്ട്. ആ സ്കൂളിനെ സംബന്ധിച്ച ഒരു ചിത്രമാണ് റാഫേൽ വരച്ച സ്കൂൾ ഓഫ് ഏതൻസ്. ഇത് ഇതാണ് പ്രധാനപ്പെട്ട 3 ചിത്രകാരന്മാർ. ഇനി ഡാവിൻസിയുടെ മൊണാലിസ, അതിന്റെ ഒറിജിനൽ കോപ്പി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പാരീസ് മ്യൂസിയം. അപ്പോ ഡാവിൻസിയുടെ മൊണാലിസയുടെ ഒറിജിനൽ കോപ്പി ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പാരീസ് മ്യൂസിയം. അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും പാരീസ് സന്ദർശിക്കാൻ അവസരം കിട്ടിയാൽ അവിടെ പാരീസ് മ്യൂസിയം സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് മൊണാലിസയുടെ ഡാവിൻസി വരച്ച ഒറിജിനൽ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് സമാനമായ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മലയാളികൾ എന്താണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ചിത്രകാരനാണ് രാജാ രവിവർമ്മ. നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഇന്ന് നമ്മുടെ ചുവരുകളിൽ, മറ്റു പല ഹോട്ടലുകളിലായാലും മറ്റു പല സ്ഥലങ്ങളിൽ ചുവരിൽ തൂക്കിയിടുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന പല ചിത്രങ്ങളും രാജാ രവിവർമ്മ എന്ന മഹാനായ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാവ് വരച്ച ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് മലയാളികൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അത് അദ്ദേഹം വരച്ചതെന്ന് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതുപോലെ നമുക്ക് മലയാളികൾക്ക് പറയാൻ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റിയ ഒരു ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ഒന്ന് ഓർത്ത് വയ്ക്കാം, നമുക്ക് സ്വന്തമായി അഭിമാനിക്കാൻ, മലയാളികൾക്ക് അഭിമാനിക്കാൻ ഒരു ചിത്രകാരനുള്ള അദ്ദേഹമാണ് രാജാ രവിവർമ്മ. എന്തായാലും റിനൈസൻസ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരാണ് ഡാവിൻസി, മൈക്കലാഞ്ചലോ, റാഫേൽ. ഡാവിൻസിയുടെ 2 ചിത്രങ്ങളാണുള്ളത്. ഒന്ന് മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ. അതിൽ മൊണാലിസ പാരീസ് മ്യൂസിയം ഇപ്പോഴും സൂക്ഷിക്കുന്നു, അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് സൂക്ഷിക്കുന്നത്. മൈക്കലാഞ്ചലോ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, റാഫേൽ ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഇനി നമുക്ക് റിനൈസൻസ് കാലഘട്ടത്തിലെ 2
ശില്പ നിർമ്മാതാക്കൾ, വളരെ പ്രശസ്തരായ ശില്പ നിർമ്മാതാക്കളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പേരുകളൊന്നും കേട്ടുവരികയില്ല. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ശില്പനഗരം എന്നറിയപ്പെടുന്ന നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം വാസികളാണ് നമ്മളെങ്കിലും തിരുവനന്തപുരത്തെ ശില്പങ്ങൾ, സ്റ്റാച്യു, അതുപോലെ തന്നെ മ്യൂസിയം, വെള്ളയമ്പലം, ആ ഭാഗങ്ങളും ഇഷ്ടംപോലെ ശില്പങ്ങൾ കാണുന്നു. നമ്മുടെ നിയമസഭയ്ക്കകത്തും സെക്രട്ടേറിയറ്റിനുള്ളിലും പുറത്തുമായിട്ട് ധാരാളം ശില്പങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈവൻ ഇതിന് പറയാറുണ്ടെങ്കിൽ നമ്മുടെ നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷൻ തന്നെ ഒരു ശില്പമുണ്ടെങ്കിലും നമ്മൾ അത് ആര് നിർമ്മിച്ചു, എന്തിന് നിർമ്മിച്ചു, ഇത് ആരുടെ ശില്പമാണ് എന്ന് പോലും പലപ്പോഴും നമ്മൾ അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിലെ ശില്പ നിർമ്മാതാക്കളെ കുറിച്ച് വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ശില്പ നിർമ്മാതാക്കളെ പറ്റി നമുക്ക് വലിയ പരിചയമുണ്ട്. അതുപോലെ മഹത്തായ മറ്റൊരു ശില്പമാണ് നമ്മുടെ ശംഖുമുഖത്തിരിക്കുന്ന മത്സ്യകന്യകകൾ. അപ്പോൾ അതൊക്കെ ആര് നിർമ്മിച്ചു, നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ചിത്രങ്ങളെ പറ്റി ധാരണയുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും ശില്പ നിർമ്മാതാക്കളെ പറ്റി ഒരു ധാരണയില്ല. അപ്പോൾ ശില്പനഗരമായ തിരുവനന്തപുരത്ത് താമസിക്കുന്ന നമ്മൾ അതിനെ കുറച്ചൊക്കെ കൂടി താല്പര്യം കാണിക്കേണ്ട സമയം കടന്നിരിക്കും. കാരണം മറ്റൊരു ജില്ലക്കാരൻ, നമ്മുടെ സുഹൃത്തായിട്ട് ഉള്ള മറ്റൊരു ജില്ലക്കാരൻ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വെള്ളയമ്പലത്തിരിക്കുന്ന ആ ശില്പം ആര് നിർമ്മിച്ചു, ആരുടേതാണത് എന്നൊക്കെ ചോദിച്ച് നമുക്ക് പലപ്പോഴും വലിയ ആൾക്കാർക്ക് പോലും പലപ്പോഴും മറുപടി. എന്തായാലും റിനൈസൻസ് കാലഘട്ടത്തിലെ ചില ശില്പ നിർമ്മാതാക്കളെ പറ്റി നമുക്ക് നോക്കാം. അതിൽ ഒരാളാണ് ലോറൻസോ ഗിബർട്ടി. അപ്പോൾ ലോറൻസോ ഗിബർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ശില്പമാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. അപ്പോൾ ലോറൻസോ ഗിബർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ശില്പമാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിൽ വളരെയധികം ശില്പ നിർമ്മാണത്തിന്റെ അത്യുന്നതങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ പരമമായ ഉന്നതിയിലേക്ക് എത്തിയ രണ്ട് ശില്പ നിർമ്മാതാക്കളാണ്. ഒരാൾ ലോറൻസോ ഗിബർട്ടി, അത് വളരെ പ്രമുഖമായ ഒരു ശില്പമാണ് ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. അതുപോലെ തന്നെ ഡൊണാറ്റെല്ലോയുടെ പ്രധാനപ്പെട്ട ശില്പമാണ് ഗത്താമലാത്ത, ഒരാൾ മുദ്രപ്പെടുത്തിരിക്കുന്ന ഒരു ശില്പമാണ്. അത് ടെക്സ്റ്റ് ബുക്ക് കൈകിട്ടും നമുക്ക് ചിത്രങ്ങളൊക്കെ തന്നെ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വ്യക്തത വരും. എന്നാൽ വളരെ ബുദ്ധിമുട്ടേറിയ രണ്ട് പേരുകളാണ്, ഒന്ന് ലോറൻസോ ഗിബർട്ടിയും ഡൊണാറ്റെല്ലോയും. ഈ ചിത്രകാരന്മാരുടെയും അതുപോലെ തന്നെ പുസ്തക എഴുത്തുകാരുടെയും ശില്പ നിർമ്മാതാക്കളുടെയും പേരുകൾ പ്രധാനമായും പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് 5 മുതൽ 6 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മിനിമം ഒരു 5 മാർക്കെങ്കിലും ആദ്യത്തെ പരീക്ഷയ്ക്ക്, അതായത് ഓണ പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ പാഠത്തിൽ നിന്നും ഈ പേരുകൾ പഠിച്ചാലും അവരുടെ പുസ്തകങ്ങളായാലും ചിത്രങ്ങളായാലും ശില്പങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മുതൽ 6 മാർക്ക് വരെ നേടിയെടുക്കാൻ സാധിക്കും. നമുക്ക് ആലോചിക്കുക 20-25 മാർക്കിനൊക്കെയാണ് നിങ്ങൾക്ക് മിക്കവാറും ഓണ പരീക്ഷകൾ വരാറ്. അതിനകത്ത് 5 മാർക്ക് ഈ പേരുകൾ പഠിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോറൻസോ ഗിബർട്ടി, ഡൊണാറ്റെല്ലോ. ലോറൻസോ ഗിബർട്ടിയുടെ ശില്പം ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്ട്രി. അതുപോലെ തന്നെ ഡൊണാറ്റെല്ലോയുടെ പ്രധാനപ്പെട്ട ശില്പമാണ് ഗത്താമലാത്ത. റിനൈസൻസ് ഇൻ സയൻസ്, അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ശാസ്ത്ര ലോകത്തിൽ റിനൈസൻസ് കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു, മെഡീവൽ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മതം പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു ലോകമെമ്പാടും അംഗീകരിച്ചതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അന്നത്തെ ചിന്താഗതി അനുസരിച്ച്, അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസം, ഭൂമിയാണ് സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം. അതായത് ഭൂമിക്ക് ചുറ്റാകെയും സൂര്യനടക്കം മറ്റ് ഗ്രഹങ്ങൾ വലയം വയ്ക്കുന്നു. ഇതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഈ ഭൂമിയെ ചുറ്റി സോളാർ സിസ്റ്റത്തിലെ സൂര്യനടക്കം ബാക്കി 8 ഗ്രഹങ്ങളും അല്ലെങ്കിൽ 7 ഗ്രഹങ്ങളും നടക്കുന്നു എന്നായിരുന്നു മധ്യകാലഘട്ടത്തിലെ വിശ്വാസം. എന്നാൽ സയൻസിൽ വന്ന മാറ്റങ്ങൾ, റിനൈസൻസ് കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൽ വന്ന മാറ്റങ്ങളിൽ പ്രധാനം കോപ്പർനിക്കസ് എന്ന വ്യക്തിയാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഭൂമിയല്ല സോളാർ സിസ്റ്റത്തിന്റെ പ്രഭവകേന്ദ്രം, സൂര്യനാണ്. സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ സൂര്യനാണ് നടുക്ക് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന് ചുറ്റുമാണ് മറ്റ് ഗ്രഹങ്ങൾ വലയം വയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് അത് പൂർണ്ണമായും ലോകത്തെ ബോധ്യപ്പെടുത്താനോ തെളിവുകൾ നിരത്താനോ കഴിഞ്ഞില്ല. അദ്ദേഹം ഈ തുറന്നു പറച്ചിലിന് അദ്ദേഹം ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു കാര്യം പറയുന്നത്, ഭൂമിയാണ് പ്രഭവകേന്ദ്രം എന്ന് പറയുന്നത് സഭയുമായി ബന്ധപ്പെട്ട ആശയമായിരുന്നു. അതിനെ തള്ളി പുതിയൊരാശയം വന്നപ്പോൾ അദ്ദേഹത്തിന് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. പിന്നീട് വന്ന ജ്യോതിശാസ്ത്രജ്ഞനായ ഗലീലിയോ ഗലീലി, ഈ പേര് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഗലീലിയോ ഗലീലി. ഈ ഗലീലിയോ ഗലീലി
തന്നെയും റിനൈസൻസ് പിന്നീടുള്ള കാലഘട്ടത്തിൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും നമ്മുടെ ലോകത്തിൽ യഥാർത്ഥ അറിവ് പകരുന്നതിനും ഗലീലിയോ ഗലീലിയുടെ ടെലസ്കോപ്പ് എന്ന കണ്ടുപിടുത്തം ധാരാളം സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബഹിരാകാശത്ത് പോലും വളരെ വിശാലമായ രീതിയിൽ ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ കൂടുതൽ നമ്മുടെ ഗാലക്സി അടക്കം നമ്മുടെ ആകാശഗംഗ അടക്കം അല്ലെങ്കിൽ ബഹിരാകാശത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് നമ്മൾ ടെലസ്കോപ്പിന്റെ വിവിധ രൂപങ്ങൾ നാസ അടക്കമുള്ളവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വഴിവെച്ചത് നമ്മുടെ ഗലീലിയോ ഗലീലിയുടെ കണ്ടുപിടുത്തമാണ് ആദ്യകാലത്ത്. ഇതിനോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പേരാണ് നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ട പേരാണ് ആര്യഭട്ട. ആര്യഭട്ട ഒരു ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഈ കോപ്പർനിക്കസ് പറഞ്ഞ കാര്യം, ഗലീലിയോ ഗലീലി പറഞ്ഞ കാര്യം, ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും തന്നെ ഇല്ലാതെ വെറുതെ വാനനിരീക്ഷണം മാത്രം നടത്തി കൃത്യമായ കണക്കുകൾ കൂട്ടി അദ്ദേഹം ഇത് വളരെ മുന്നേ പറഞ്ഞിരുന്നു. ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ പൂർവ്വകാലത്തെ ചരിത്രം നമുക്ക് വളരെയധികം വശമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആര്യഭട്ടനെ പോലെയുള്ള മഹാനായ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ നമ്മൾ അറിയാതെ പോകുന്നത്. കോപ്പർനിക്കസോ ഗലീലിയോ ഗലീലി റിനൈസൻസ് കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നടത്തിയ കണ്ടുപിടുത്തങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ ആര്യഭട്ടൻ ഈ കാര്യങ്ങൾ ഭൂമി അല്ല സൂര്യനാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും അതാണ് മധ്യത്തിലുള്ളതെന്നും മറ്റു കാര്യങ്ങൾ അനുസരിച്ചായി കടന്നുവെന്നും ആര്യഭട്ടീയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ചരിത്രത്തെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയുടെ പൂർവ്വകാല പുസ്തകങ്ങളെ പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ പഠിക്കാത്തതുകൊണ്ടും നമ്മൾ ആര്യഭട്ടനെ സൗകര്യപൂർവ്വം മറക്കുന്നു. നമ്മുടെ പുസ്തകങ്ങളിൽ നിന്ന് പോലും, കേരള സർക്കാരിന്റെ പുസ്തകങ്ങളിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പോലും ആര്യഭട്ടൻ പുറത്തേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ ആര്യഭട്ടനെ മറക്കാത്ത ഒരു സ്ഥാപനമാണ് ISRO. അതുകൊണ്ട് തന്നെ ISROയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹത്തിന് ഇട്ട പേര് ആര്യഭട്ട എന്നാണ്. നിങ്ങൾക്ക് എവിടെ നോക്കിയാലും പറയാൻ പറ്റും. GS ക്വസ്റ്റ്യൻ കൂടിയാണ്, ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. അത് ISRO അദ്ദേഹത്തോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളോടുള്ള ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര സംഭാവനയോടുള്ള ആദരവ് അറിയിക്കുന്നതിനായിട്ടാണ് അവര് ISRO ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് നൽകി. അതും ഓർത്തു വയ്ക്കുക. അപ്പോൾ സയൻസ് മേഖലയിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ട പേരുകൾ ഒന്ന് കോപ്പർനിക്കസ്, മറ്റൊന്ന് ഗലീലിയോ ഗലീലി. അപ്പോ എന്താ കോപ്പർനിക്കസ് പറഞ്ഞത്? സൂര്യനാണ്, സൺ ഈസ് ദ എർത്തിന് പകരം വേണ്ടി സൺ എഴുതി കൊടുത്താൽ കോപ്പർനിക്കസ് തിയറിയായി. സൺ ഈസ് ദ സെന്റർ ഓഫ് സോളാർ സിസ്റ്റം. അതിന് മുമ്പ് വരെ ഭൂമിയാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നായിരുന്നു വിശ്വാസം. എന്നാൽ കോപ്പർനിക്കസ് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെളിവുകൾ നിരത്തി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക, അത് സാധിച്ചില്ല. അത് ചെയ്ത ആളാണ് ഗലീലിയോ ഗലീലി. ഗലീലിയോ ഗലീലിക്ക് എങ്ങനെയാണ് സാധിച്ചത്? അദ്ദേഹം ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കണ്ടുപിടിച്ചു. നിങ്ങൾ ഇതുപോലെ സമാനമായ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവും. ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വളരെ ദൂരത്തിലുള്ള വസ്തുക്കൾ നിരീക്ഷിക്കുന്നത്. നമ്മുടെ ഭൂമിക്ക് പുറത്തുള്ള വളരെ ദൂരത്തിലുള്ള വസ്തുക്കൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലസ്കോപ്പ്. ഈ കണ്ടുപിടുത്തത്തിലൂടെയാണ് കോപ്പർനിക്കസ് പറഞ്ഞ സൺ ഈസ് സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം എന്ന തിയറി ഗലീലിയോ ഗലീലി സത്യമാണെന്ന് ലോകത്തിന് മുന്നിൽ പ്രൂവ് ചെയ്തത്. ഇനി ആര്യഭട്ടൻ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനാണ്. ISRO അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് നൽകിയിരിക്കുന്നത്. ഇവർക്കൊക്കെ വളരെക്കാലം മുമ്പ് തന്നെ ആര്യഭട്ടീയം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഒരു സാങ്കേതിക വിദ്യയുടെയും സഹായമില്ലാതെ കൃത്യമായി കണക്കുകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. റിനൈസൻസ് കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് പ്രധാനമായി ഒഴിവാക്കാൻ പറ്റാതെ നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഈ ഒരു രീതിയിലേക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്താൻ പാകത്തിനുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ശാസ്ത്രത്തിന് അദ്ദേഹത്തെ പറയാൻ നമുക്ക് സാധിക്കുമെന്ന് അറിയാം. കാരണം ജോഹാനസ് ഗുട്ടൻബർഗ് അദ്ദേഹം ഒരു ബ്ലാക്ക് സ്മിത്താണ്, ഒരു കൊല്ലപ്പണിക്കാരൻ. ഇരുമ്പ് സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് സ്മിത്തായിരുന്നു അദ്ദേഹം. 1439 അദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. അതാണ് പ്രിന്റിംഗ് മെഷീൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു പ്രിന്റിംഗ് മെഷീൻ. അതുവരെ സ്വന്തം കൈപ്പടയിൽ പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഈ പുസ്തകങ്ങളൊക്കെ തന്നെ എത്തുക വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം 500-600 പേജുകൾ അല്ലെങ്കിൽ 1000-ന് പുറത്ത് 2000-ന് പുറത്ത് പേജുകളുള്ള പുസ്തകങ്ങൾ അതിനെ വീണ്ടും മറ്റൊരു പുസ്തകമായി പകർത്തി എഴുതുക എന്നത് വളരെ എളുപ്പമുള്ള ജോലിയല്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെയധികം അറിവുകളുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ലോകത്തിൽ 1-2 ഒക്കെ ഉണ്ടായിരുന്നു. അത്
എല്ലാ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് വളരെ വൈകിയായിരുന്നു. പ്രധാനമായും കച്ചവടക്കാരിലൂടെയൊക്കെയാണ് അത് കൈമാറി എത്തിയിരുന്നത്. എന്നാൽ ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്ന ബ്ലാക്ക് സ്മിത്ത് 1439 കണ്ടുപിടുത്തം നടത്തിയ പ്രിന്റിംഗ് മെഷീൻ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ആ വിപ്ലവത്തിനെ നമ്മൾ വിളിക്കുന്നത് റവല്യൂഷൻ എന്നാണ്. വിപ്ലവത്തിന്റെ ഇംഗ്ലീഷ് റവല്യൂഷൻ. വിപ്ലവം എന്ന മറ്റൊന്നുമില്ല, മാറ്റം. നമ്മൾ ധാരാളമായി കേൾക്കുന്ന വാക്കാണ് വിപ്ലവം. അപ്പൊ വിപ്ലവം എന്ന വാക്കിനർത്ഥം മാറ്റം. അതുവരെ ഉണ്ടായിരുന്ന കാര്യത്തിൽ നിന്നും മൊത്തത്തിലുള്ള ഒരു മാറ്റത്തെയാണ് നമ്മൾ വിപ്ലവം അഥവാ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിന്റിംഗ് മെഷീൻ ആയിരുന്നു റിനേസൻസ് കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട റവല്യൂഷൻ. ഈ പ്രിന്റിംഗ് മെഷീൻ കണ്ടെത്തിയതോടുകൂടി കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കാനും ആ പുസ്തകങ്ങളൊക്കെ തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്താനും പുതിയ പുതിയ അറിവുകൾ ലോകത്തിലെ പലതരത്തിലുള്ള ജനങ്ങളിലേക്ക് എത്താനും സഹായിച്ചു. ഇതിലൂടെ ആൾക്കാരുടെ അറിവുകൾ വർദ്ധിക്കുകയും അവരെല്ലാം തന്നെ ശാസ്ത്രബോധമുള്ളവരായി മാറുകയും അന്നുവരെ അവർക്കുണ്ടായിരുന്ന തെറ്റായ ചിന്തകളും വിചാരങ്ങളും വിശ്വാസങ്ങളും അത് മാറ്റിയെടുക്കാൻ സാധിക്കുകയും അതിലൂടെ പരിഷ്കൃതരായ ഒരു ജനസമൂഹത്തെ നമുക്ക് സമ്മാനിക്കാനും ഈ പ്രിന്റിംഗ് മെഷീൻ വഴി സാധിച്ചു. അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ് ആണ്. അതായത് ഇളക്കി മാറ്റി വയ്ക്കാൻ കഴിയുന്ന തടി കൊണ്ടുള്ള അക്ഷരങ്ങളായിരുന്നു ജോഹന്നാസ് ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നത്. ഇളക്കി മാറ്റി വയ്ക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ അച്ചടി യന്ത്രങ്ങളുടെ ഇന്ന് നമുക്ക് പുസ്തകങ്ങളും പത്രങ്ങളൊക്കെ നിങ്ങൾ ടി വിയിൽ പരസ്യങ്ങൾ കാണുന്നുണ്ട്. കൊറോണ കാലത്ത് പത്രം കൈതൊടാതെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് വളരെയധികം സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ച ഈ കാലഘട്ടത്തിൽ അച്ചടിക്കുന്നതിന്റെ ഒരു പരസ്യമൊക്കെ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കാണുക. അതിനകത്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മെഷീനുകളാണ്, പ്രിന്റിംഗ് മെഷീനുകളാണ്. എന്നാൽ ആദ്യകാലത്ത് ഇളക്കി മാറ്റി വെച്ച് അച്ചടിക്കാൻ കഴിയുന്ന തടി കൊണ്ടുള്ള അക്ഷരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടുപിടിച്ച വ്യക്തി ജോഹന്നാസ് ഗുട്ടൻബർഗ്. അദ്ദേഹം ഒരു മലപ്പണിക്കാരനായിരുന്നു. 1439 ഈ കണ്ടുപിടുത്തം നടന്നത്. ഇനി ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ നടന്നു. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സകല മേഖലകളിലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ മെഷീനുകൾ കണ്ടുപിടിക്കുകയും അവന്റെ ജോലി അനായാസമാക്കുകയും ചെയ്തതോടുകൂടി എല്ലാ മേഖലകളിലും മെഷീനുകൾ വരാൻ തുടങ്ങി. മനുഷ്യർ പണിയെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ മനുഷ്യരെ മാറ്റിക്കൊണ്ട് മെഷീനുകൾ വരാൻ തുടങ്ങി. ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യാവസായിക വിപ്ലവം. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന വ്യവസായശാലകളിലാണ്. വ്യവസായശാലകൾ നമ്മുടെ തുണി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ബാഗ്, അങ്ങനെ ചെരുപ്പ്, അങ്ങനെയുള്ള പല പല കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറികളിൽ അവയെ നമ്മൾ പൊതുവായി വിളിക്കുന്ന ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫോംസ് എന്നാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യാവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ തന്നെ അവരുടെ ജോലിക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് പലതരത്തിലുള്ള മെഷീനുകൾ വരുന്നതോടുകൂടി നമ്മുടെ ലോകത്ത് വ്യാവസായിക വിപ്ലവം. എല്ലാ ഫാക്ടറികളിലും പരമാവധി മനുഷ്യന്മാരെ ഒഴിവാക്കണം. അവിടെ എല്ലാം തന്നെ എന്ത് വന്നു? മെഷീനുകൾ വന്നു. പുതിയ തരത്തിലുള്ള പലതരത്തിലുള്ള മെഷീനുകൾ വന്നു. ഇതിന് തുടക്കം കുറിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? അതുപോലെ മനുഷ്യൻ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ അതിന് പകരമായി മെഷീനുകൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ലോകത്തെമ്പാടുമുള്ള വ്യവസായശാലകളിൽ ഒരു പുതിയ വിപ്ലവം അല്ലെങ്കിൽ പുതിയ മാറ്റം വന്നു. അതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്. അങ്ങനെ വന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് തൊഴിൽ നെയ്യുന്ന യന്ത്രമായ സ്പിന്നിങ് ജെന്നി. നമ്മുടെ കോട്ടൺ തുണി നൂലാക്കി മാറ്റുന്നതിന്, പഞ്ഞിയെ നൂലാക്കി മാറ്റുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച അതുപോലെ മനുഷ്യനാണ് അത് കൈകൊണ്ട് ചെയ്തത്. അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു യന്ത്രമാണ് അല്ലെങ്കിൽ മെഷീനാണ് സ്പിന്നിങ് ജെന്നി. അത് കണ്ടുപിടിച്ച ആള് ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എഞ്ചിൻ, ആവി യന്ത്രം, വെള്ളം ചൂടാക്കി അതിന്റെ ആവി കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിന്റെയൊക്കെ വളരെ പഴയ കാലഘട്ടത്തെ രൂപമാണ് സ്റ്റീം എഞ്ചിൻ. അത് കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് വാട്ട്. അതുപോലെ തന്നെ ഫ്ലൈയിങ് ഷട്ടിൽ, അതും തുണി വ്യവസായ മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള മെഷീനാണ് ഫ്ലൈയിങ് ഷട്ടിൽ. അത് കണ്ടുപിടിച്ചത് ജോൺ ഗേ ആണ്. ലോക്കോമോട്ടീവ് സമാനമായ സ്റ്റീം എഞ്ചിന് സമാനമായ മറ്റൊരു എഞ്ചിനാണ്. അത് കണ്ടുപിടിക്കുന്നത് ജോർജ് സ്റ്റീഫൻസ്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന്റെ തലവര തന്നെ മാറ്റിയെടുക്കുന്നു. അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമാകുന്നു. അത് ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. വ്യവസായശാലകളിൽ മനുഷ്യൻ ചെയ്തിരുന്ന ജോലികളൊക്കെ തന്നെ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ വന്ന മെഷീനുകൾ ചെയ്തു തുടങ്ങി. ഇതിലൂടെ ഉണ്ടായ ഒരു നേട്ടം, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ സാധനങ്ങൾ
മനുഷ്യനാണ് പോലും നൂറ്റെടുക്കുന്നതെങ്കിൽ ദിവസങ്ങളോളം എടുക്കുമായിരുന്നു. അത് ഒരു മെഷീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ വസ്ത്രങ്ങൾ നിർമ്മിച്ച് നമുക്ക് കടകളിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഏറ്റവും വലിയ ഗുണം? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിലെ കണ്ടുപിടുത്തം, ശാസ്ത്രമേഖലയുടെ കണ്ടുപിടുത്തം നമുക്ക് സമ്മാനിച്ചതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇത് 1 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ പേരുകൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ്ങിൽ അടക്കം ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. 4 മാർക്കിനോ 1/2 മാർക്കിനോ 2 മാർക്കിനോ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. സ്പിന്നിംഗ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്, സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട്, ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ, ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ. ജോഹന്നാസ് ഗുട്ടൻബർഗിനെ ഒരിക്കലും മറന്നു പോകരുത്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ അറിവ് കൊണ്ട് നിറഞ്ഞ നമ്മുടെ ലോകത്തിലേക്ക് അതിനെ ഏറ്റവും വലിയ സഹായം ചെയ്ത പ്രിന്റിംഗ് മെഷീൻ കണ്ടെത്തിയത് 1439. റിനൈസൻസ് കാലഘട്ടത്തിലെ മറ്റൊരു സംഭാവന അല്ലെങ്കിൽ അതിന് അനന്തരഫലമായി ഉണ്ടായ ഒരു കാര്യമാണ് റിഫോർമേഷൻ അഥവാ മതനവീകരണം. അപ്പോ റിനൈസൻസ് യൂറോപ്പിലെമ്പാടും പടർന്നൊഴിച്ചു. ജനങ്ങൾ കൂടുതലായി ക്രിസ്തീയ മതത്തിൽ നിന്നും വിട്ടുമാറി റിനൈസൻസിന്റെ പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്ത്യൻ മതത്തിന് യൂറോപ്പിൽ പ്രാധാന്യം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇത് ക്രിസ്തീയ മതവിശ്വാസികളിൽ ചിലർക്ക് മതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ മതത്തിൽ നിന്നും അകന്ന് റിനൈസൻസിന്റെ പാതയിലേക്ക് പോകുന്നത് എന്ന് തോന്നാൻ ഇടയാവുകയും മതത്തിൽ ചെറിയൊരു നവീകരണം അഥവാ മാറ്റങ്ങൾ, മതം തുടർന്ന് വന്ന ചിന്തകളിലും വിശ്വാസങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ തെറ്റിപ്പോകരുത്, തിരികെ പോകരുത്. മാർട്ടിൻ ലൂതർ ജർമ്മനിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ 1501 മുതൽ 1600 വരെയാണ് 16-ാം നൂറ്റാണ്ട്. ആ 16-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം യൂറോപ്പിലെ ക്രിസ്തുമതത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി മതത്തിൽ മാറ്റങ്ങൾ വരുന്നതിനായി പ്രവർത്തിക്കുകയും അതിലൂടെ ക്രിസ്ത്യൻ മതത്തിന്, യൂറോപ്പിലെ ക്രിസ്തീയ മതത്തിന് പുതിയൊരു മുഖം സംഭാവന ചെയ്യുകയും ചെയ്തു. അതിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് മാർട്ടിൻ ലൂതർ. ജർമ്മനിയിലാണ് റിഫോർമേഷന് തുടക്കം. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയത് എവിടെ? ഇംഗ്ലണ്ടിൽ. റിഫോർമേഷൻ തുടങ്ങിയത് എവിടെ? ജർമ്മനിയിൽ. എന്നാൽ റിനൈസൻസ് തുടങ്ങിയത് എവിടെ? ഇറ്റലിയിൽ. അപ്പോൾ പോയിന്റ് ആക്കി എഴുതി വയ്ക്കുക ഈ പാഠത്തിന്റെ അവസാനം. റിനൈസൻസ് ഇറ്റലി, റിഫോർമേഷൻ ജർമ്മനി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എഴുത്തുകാരൻ, ചിത്രരചയിതാക്കൾ, അതുപോലെ തന്നെ ശില്പനിർമ്മാണ വൈദഗ്ധ്യമുള്ളവർ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാർ, ഇങ്ങനെയുള്ളവരുടെ പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളും എഴുതി വയ്ക്കുക. അതുപോലെ എഴുതി വയ്ക്കുക റിനൈസൻസ്, റിഫോർമേഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ രാജ്യം. അപ്പോൾ 1-2 സെറ്റ് പോയിന്റുകൾ അല്ലെങ്കിൽ ഒരു 5-6 സെറ്റ് പോയിന്റുകൾ നമ്മൾ പോയിന്റാക്കി എഴുതി വെച്ച് പഠിച്ചാൽ ഈ 1-ാമത്തെ പാഠത്തിൽ നിന്ന് മുഴുവൻ മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. വളരെ എളുപ്പമാണ് ഈ 1-ാമത്തെ ചാപ്റ്റർ. ആദ്യമായി കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഈ വീഡിയോയിൽ ഇതുവരെ ഞാൻ എഴുതിയിട്ടതുപോലെ ഒരു പേപ്പർ എടുക്കുക. ഒരൊറ്റ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ഈ പാഠത്തിലെ മുഴുവൻ പോയിന്റുകളും എഴുതിയെടുക്കാൻ സാധിക്കും. വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പോയിന്റ് ആക്കി മാത്രം ഞാൻ ഈ ബോർഡിൽ എഴുതുക. വായിച്ച് പഠിക്കുക. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ 5-6 തവണ തന്നെ ഒരു ദിവസം വായിക്കുമ്പോൾ തന്നെ ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലിരിക്കും. ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ 6-നും 10-നും ഇടയ്ക്കോ 5-നും 6-നും ഇടയ്ക്കോ ഒക്കെ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന ഒരു പാഠമാണ് ഈ 1-ാമത്തെ പാഠം. ഇതോടുകൂടി നമ്മുടെ 1-ാമത്തെ പാഠത്തിന്റെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അടുത്ത ഒരു പാഠത്തിന്റെ ക്ലാസ്സുമായി നമ്മൾ വീണ്ടും കാണുന്നത്. ബൈ.